സുജാതൻ സാർ, നമ്മുടെ AK ആൻ്റണി കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവ്, ഇന്ത്യയിലെ രണ്ടാമൻ എന്നൊക്കെ പറയാവുന്ന തലത്തിലേക്ക് കോൺഗ്രസ്സിൽ വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി പത്തനംതിട്ട മത്സരിക്കുന്നു. നമ്മളിപ്പോൾ കേട്ടറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്തിൻ്റെ അനുഗ്രഹാശിസുകളോടെയാണ് അനിൽ ആൻ്റണി BJPയിൽ പോയതെന്ന്. യഥാർത്ഥത്തിൽ AK ആൻ്റണി മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചായിരിക്കുമോ അനിൽ ആൻ്റണിയെ BJPയിലേക്ക് പോകാൻ സമ്മതിച്ചത്? അനിൽ ആൻ്റണി BJP ചേർന്ന മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രശ്നം പൊന്തി വന്നതാണ്. അന്ന് ചില മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി ചർച്ചയ്ക്കിടയിൽ ആൻ്റണി അറിയാതെ അനിലിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല, ആൻ്റണിക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി മുന്നറിയിപ്പുണ്ടാവും, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശസ്സുകളും ഉണ്ടാകാതെ തരമില്ല. പക്ഷേ അദ്ദേഹം അന്ന് തന്നെ പുറത്ത് പറഞ്ഞത് രാഷ്ട്രീയം വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മകൻ്റെ സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് തീരുമാനിക്കാൻ എന്നായിരുന്നു അദ്ദേഹം പുറമേ പറഞ്ഞത്. അത് പുറമേ എല്ലാവർക്കും ഒരു ജനറലൈസ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ, അങ്ങനെ എല്ലാവരും പറയത്തുള്ളൂ, അവൻ്റെ കാര്യമായി. അതേസമയം AK ആൻ്റണി അതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. അത് കോൺഗ്രസ്സിന് ഒരു വലിയ പ്രഹരമായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് സ്ഥിരമായി തിരുവനന്തപുരത്ത് താമസമാക്കുകയും രാഷ്ട്രീയത്തിൽ നിന്ന് സജീവ സാന്നിധ്യം ഒഴിവാക്കി ഉൾവലിയുകയും. അല്ല, അപ്പോഴും അദ്ദേഹം കോൺഗ്രസ്സുകാരൻ തന്നെയാണല്ലോ. അല്ല, കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം കോൺഗ്രസ്സിനെ മതിയാക്കി. അങ്ങനെ പറയുമോ സാർ? കോൺഗ്രസിനെ ആൻ്റണി മതിയാക്കി എന്ന് പറയാൻ പറ്റുമോ? കാരണം കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് ആൻ്റണി എന്ന രാഷ്ട്രീയക്കാരനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു 10 വർഷത്തെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, വരാൻ പോകുന്ന 10 വർഷം എന്താണ് സംഭവിക്കുന്നതിന് എന്ന് ദീർഘഭാവന ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ക്രാന്തദർശിയായ. അത് ആൻ്റണിയുടെ ഒരു പ്ലസ് പോയിൻ്റ് അതാണ്. ആൻ്റണി 10 വർഷത്തെ രാഷ്ട്രീയം മുന്നിൽ കാണും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കരുനീക്കങ്ങളും. അത് 90% കറക്റ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ 80 വയസ്സിന് ശേഷം റിട്ടയർമെൻറ്റ് എടുത്തു തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇനി അടുത്ത തലമുറയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത തലമുറയുടെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ പാതയല്ല. കോൺഗ്രസിൻ്റെ അടുത്ത 10 വർഷത്തെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ഭാവനയുണ്ട്. അതുകൊണ്ട് മകൻ തീർച്ചയായിട്ടും മാറുന്ന രാഷ്ട്രീയ കാറ്റിൽ സഞ്ചരിക്കട്ടെ എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആൻ്റണിയെ പറ്റി വിലയിരുത്തുന്നത്. അല്ല, ആൻ്റണിയെക്കുറിച്ച് ഏറ്റവും ആത്മാർത്ഥമായും സിൻസിയറായിട്ടും പറയാൻ പറ്റുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് സാറ്. അല്ല, ഞാൻ ആൻ്റണിയെ 40 വർഷം ഫോളോ ചെയ്ത ഒരാളാണ്. ആൻ്റണി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റ് ആയിരിക്കുന്ന കാലം മുതൽ ഞാനന്ന് കോളേജിലെ വിദ്യാർത്ഥിയാണ്. ആൻ്റണിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആൻ്റണിയുടെ ആദ്യത്തെ പ്രസംഗം തന്നെ ഞാൻ കേൾക്കുന്നത് R. ശങ്കർക്ക് കൊല്ലത്ത് R. ശങ്കർ മരിച്ചു. അതിനൊരു അനുസ്മരണ സമ്മേളനം കൊല്ലം കോളേജ് മൈതാനത്ത് ചേർന്നു. ആ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട പ്രസംഗകൻ AK ആൻ്റണിയായിരുന്നു. അന്ന് ആണ് ആൻ്റണിയെ ഞാൻ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതായിട്ട് കണ്ടത്. അതുവരെ പത്രങ്ങളിലെ വാർത്തയായിരുന്നു. പക്ഷേ അന്ന് ഈ ആൻ്റണി നമ്മളിലുണ്ടാക്കിയ ഒരു ആവേശം അന്നു മുതൽ ആൻ്റണിയെ സാഹൂതം പിന്തുടരാനൊരു പ്രേരണയായിരുന്നു. പിന്നീട് ആൻ്റണി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കേരള മുഖ്യമന്ത്രിയായി. തികച്ചും യാദൃശ്ചികം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി. ഇതപര്യന്തം അന്ന് 35-36 വയസ്സേ ഉള്ളൂ ആൻ്റണിക്ക്. കേരള മുഖ്യമന്ത്രിയായിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു. ചിക്കമംഗളൂർ ഇന്ദിരാഗാന്ധിക്ക് കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്നു എന്ന വിഷയത്തിൽ അതൊരു കാരണമായി പറയാൻ പോലും തോന്നാത്ത തരത്തിൽ. അല്ല, ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആ ചിക്കമംഗളൂർ ഇഷ്യൂ അറിയത്തില്ലായിരിക്കും. സാർ ഒന്ന് പറയാമോ? അത് കോൺഗ്രസ്സിൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സുകാരാൽ പോലും വെറുക്കപ്പെട്ട ഒരു കാലമായിരുന്നു. അടിയന്തരാവസ്ഥയുടെ മുഴുവൻ പാവഭാരവും ഇന്ദിരയുടെ തലയിലായിരുന്നു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നായിരുന്നു ആൻ്റണിയുടെ അന്നത്തെ പ്രസ്താവന തന്നെ. ഉപ്പ് തിന്നത് സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയുമാണ്. സഞ്ജയ് ഗാന്ധി അപ്പോഴേക്കും മരിച്ചുപോയി. അങ്ങനെ ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കഥാപാത്രമായിരിക്കെ ദേവരായരസ് കോൺഗ്രസ്സാണെന്ന്. ദേവരായരസ് ചിക്കമംഗളൂരിൽ ഇന്ദിരാഗാന്ധി ക്ഷണിച്ചുകൊണ്ട് മത്സരിപ്പിക്കുന്നു. അതിന് അദ്ദേഹം പിന്തുണ കൊടുക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് ദേവരായരസിൻ്റെ ആ തീരുമാനത്തോടും
കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിനോടും പ്രതിഷേധിച്ചാണ് കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. അത് ആൻ്റണി ആദ്യമായി മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഭരണത്തിൻ്റെ ശ്വാസം മുട്ടലിൽ നിന്ന് അദ്ദേഹം മുക്തനാകാൻ ഒരു വഴി അന്വേഷിച്ചിരിക്കുന്ന പോലെ ആണ് അന്ന് അത് എല്ലാവരും നിരീക്ഷകർ ഈ ഭരണം ഇത്ര വലിയൊരു ഭാരമാണോ? ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമായിരുന്നു. അദ്ദേഹം കരുണാകരൻ രാജൻ കേസിൽ പെട്ട് 23-ാമത്തെ ദിവസം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ നിർബന്ധിതമായി ഹൈക്കോടതിയിൽ പോറ്റിയുടെ വിധിയെ തുടർന്ന് കള്ളസത്യവാങ്മൂലം നടത്തി കരുണാകരൻ എന്ന് പറഞ്ഞപ്പോഴാണ് രാജിവെച്ചത്. അങ്ങനെ കരുണാകരൻ രാജിവെച്ചപ്പോൾ കേന്ദ്ര നിരീക്ഷകർ AIC നിരീക്ഷകർ വന്ന് അടുത്ത മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. MK രാഘവൻ്റെ പേരായിരുന്നു പത്രങ്ങളൊക്കെ മുഖ്യമന്ത്രിയായിട്ട് നിർദ്ദേശിച്ച് അല്ല പൊതുവിൽ അദ്ദേഹം ഒരു നാച്ചുറൽ ചോയ്സ്. പക്ഷേ അതിനകത്ത് പല പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നടന്നു. MLA-മാരുടെ അഭിപ്രായം തേടി. പക്ഷേ MLA-മാരുടെ ഭൂരിപക്ഷവും പിന്തുണ രാഘവൻ വക്കീലിനുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് വ്യക്തമായില്ല. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ ആൻ്റണി സ്വയം പറഞ്ഞു ഞാനാകാം എന്നാണ്. അട്ടിമറി ഉണ്ടോ MK രാഘവൻ ആകാത്തത്? ആൻ്റണി സ്വമേധയാ മുന്നോട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ മറ്റുള്ളവരാരും അല്ല ഒരു സാധാരണ പറയുന്ന പോലെ ഒരു ഈഴവ മുഖ്യമന്ത്രി വരാതിരിക്കാനുള്ള അത് ഈഴവ നായർ എന്നുള്ളതാണോ? ഏതായാലും വക്കീലിന് വരാൻ പറ്റിയില്ല. പകരം ഒട്ടും പ്രതീക്ഷിക്കാതെ AK ആൻ്റണിയാണ് വന്നത്. പക്ഷേ AK ആൻ്റണിക്ക് മുഖ്യമന്ത്രിയാകുമ്പോൾ വേറെ പലരുമൊക്കെ ആ സ്ഥാനം അഭിലപിച്ചവരാണ്. അന്ന് മുതലാണ് ആൻ്റണി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു ഞാൻ സുബ്രഹ്മണ്യൻ ആയിരുന്നു കേന്ദ്ര നിരീക്ഷകൻ. എല്ലാവരുടെയും അഭിപ്രായം എടുത്തു. MLA-മാരുടെ വോട്ടിംഗ് രീതി, കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റി ആർക്ക് ഒപ്പമാണെന്നൊക്കെ കണക്കെടുത്ത് ഇട്ടു. അദ്ദേഹം ഒരു തീരുമാനം പ്രഖ്യാപിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു സ്റ്റെയിൽമേറ്റ് ഒഴിവാക്കുന്ന പോലെയാണ് ആൻ്റണി. എന്നാൽ പിന്നെ ഞാനാകാം മുഖ്യമന്ത്രിയാകാം ഒരു ത്യാഗം ചെയ്തു. അങ്ങനെ അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എതിർ ശബ്ദങ്ങളില്ല. അതൊരു കയ്യടിയായി മാറി. അങ്ങനെയാണ് രാഘവൻ വക്കീലിൻ്റെ ആ ചാൻസ് പോയത്. അന്ന് രാഘവൻ വക്കീൽ കരുണാകരൻ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയൊക്കെ ആയി രണ്ടാമൻ എന്ന നിലയിലായിരുന്നു. അപ്പോൾ ആ വക്കീലിൻ്റെ സ്ഥാനം ആ പോയിന്റിലാണ് തെറിച്ചത്. പിന്നീട് പുള്ളി കോൺഗ്രസ്സിൽ ആ മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്നു ആൻ്റണിയുടെ കൂടെ. അത് കഴിഞ്ഞ് പുള്ളി SNDP രാഷ്ട്രീയത്തിലേക്കൊക്കെ പോരുകയിലേക്ക്. അല്ല സാർ, ഇടയ്ക്ക് ഈ MO ജോണിനോട് ആൻ്റണി നന്ദികേട് കാണിച്ചു എന്നൊക്കെ ചില കഥകൾ പഴയ പരിവർത്തനവാദി കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. MO ജോൺ ആൻ്റണി അത് രണ്ട് ധാരയായിരുന്നു കോൺഗ്രസ്സിലെ. അവർ രണ്ടുപേരും വളരെ ബ്രില്യൻ്റായ ആളുകളാണ്. ഒരാൾ നല്ല സംഘാടകൻ, വേറൊരാൾ ഒരു ഇൻ്റലക്ച്വൽ MO ജോൺ. വലിയ വായനയുടെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളായിരുന്നു MO ജോൺ. ശരിക്കും ബുദ്ധിജീവിയായിരുന്നു അദ്ദേഹം. പിന്നെ ഒരു മലയാളത്തിൽ അന്നറിയപ്പെടുന്ന സാഹിത്യന്മാരെ പോലെ അവരോടൊപ്പം തന്നെ വായനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതാണ്. ക്ലാസിക്സും മോഡേൺ ക്ലാസിക്സും ഒക്കെ വായിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വരവ് ഒരുപക്ഷെ ആൻ്റണിയിൽ ഒരു ഉൾക്കിടിലം ഉണ്ടാക്കിയിട്ടുണ്ടാണ്. കോൺഗ്രസിനകത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ MA ജോണിനെ ആൻ്റണി സർപ്പാസ് ചെയ്തു. ആ ഓവർടേക്കിംഗ് പിന്നീട് വയലാർ രവിയുടെ കാലത്ത് നടന്നു. വയലാർ രവി നമുക്ക് MO ജോണിനെ കുറിച്ച് പിന്നീട് ഒരിക്കലും വിശദമായി സംസാരിക്കണം. പറയേണ്ട ഒരു കഥാപാത്രം. അവസാനം അതോടെ MO ജോൺ അസ്തമിച്ചു പോയി. അസ്തമിച്ചതൊന്നുമല്ല, ഒരു സ്വയം മറന്ന് പെരുമാറുന്ന ഒരു ആളെ പോലെ. കാരണം അദ്ദേഹം പറയാൻ പാടില്ലാത്തത് പറയുന്നോട്ടെ പെട്ടെന്ന് തന്നെ ഡ്രാസ്റ്റിക് തീരുമാനങ്ങൾ എടുക്കുന്നു. പിന്നെ പരിവർത്തനവാദം, കോൺഗ്രസ്സിലെ പരിവർത്തനവാദിയായി റാഡിക്കൽ മൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ MA ജോൺ നമ്മെ നയിക്കുമെന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചു. KSU സമാന്തരമായിട്ടുണ്ടാക്കി, യൂത്ത് കോൺഗ്രസ് സമാന്തരം ഉണ്ടാക്കി. അങ്ങനെ ഒരു പരിവർത്തനവാദി. MA ജോണിനെ ഞാൻ ഇടയ്ക്ക് MO ജോൺ എന്ന് പറഞ്ഞു തോന്നുന്നു. MA ജോണിനെ പക്ഷേ ഇപ്പോഴത്തെ പൊതു രാഷ്ട്രീയ പ്രവർത്തകരാരും ഓർമ്മിക്കുന്നില്ല. അതേ ആൻ്റണിയെ എതിർക്കുന്ന ഒരാളെന്ന നിലയിൽ അന്ന് MA ജോണിൻ്റെ കൂടെ ആരും ഇല്ലാതെ പോയി. കാരണം പിന്നീട് അദ്ദേഹം പിന്നെ ഫോളോവേഴ്സ് ഇല്ല, അപ്രസക്തനായി പോയി. യൂത്ത് കോൺഗ്രസ്സുകാരും KSUകാരും എല്ലാം ആൻ്റണിയുടെ പിന്നാലെയാണ്. അതെ, അല്ല ജോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൻ്റണി ഉണ്ടാവുമായിരുന്നില്ല. ആൻ്റണിക്ക് ഇത്രയും ഒരു ക്ലൗട്ട് ഉണ്ടാവില്ല.
സാർ നമുക്ക് വിഷയത്തിൽ തിരിച്ചു വരാം. നമ്മൾ അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഇന്ത്യ മുഴുവൻ ഉയർത്തി കാണിക്കുന്ന ഒരു നേതാവായിരുന്നു എ കെ ആൻ്റണി. വലിയ പദവികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് കൊടുക്കാത്തതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മകന് പോലും തൻ്റെ പിതാവ് നയിച്ച പാർട്ടിയിൽ വിശ്വാസമില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകനായ സാറ് കാണുന്നത്? ഞാനതിലൊരു കുറ്റവും കാണുന്നില്ല. കാരണം പിതാവിൻ്റെ രാഷ്ട്രീയ കാൽനകേന്തു മരീചക പിന്തുടരേണ്ട ആളല്ല മകനും മകൻ്റേതായ വ്യക്തിത്വം ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുണ്ടാവും, അയാളുടെ അനുഭവങ്ങളുണ്ടാവും. പക്ഷേ കോൺഗ്രസ് ഒരു സംസ്കാരം കൂടിയല്ലേ സാർ? കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ വലിയൊരു എലമെൻറ്റ് ബി ജെ പിയിലും ഉണ്ടല്ലോ. രണ്ടും ജനാധിപത്യ പാർട്ടിയാണ്, റൈറ്റ് വിങ് ആണ്. കോൺഗ്രസും റൈറ്റ് വിങ് ആണ്. പക്ഷെ നെഹ്റു ലെഫ്റ്റ് ആയിരുന്നല്ലോ. നെഹ്റു ഒരു സോഷ്യലിസം കോർണറിലെ ഒരു റോസാപ്പൂ പോലെ പിടിപ്പിച്ച അലങ്കാരത്തിന് അതൊരു അലങ്കാര വാക്കായിരുന്നു. ഈ ധൈര്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റാണ് സോഷ്യലിസ്റ്റ് ആകുന്നതെന്ന് പറയുന്ന പോലെ അത് അദ്ദേഹത്തിൻ്റെ ഒരു പൗഡർ ആയിരുന്നു. അത് ആവർത്തിക്കേണ്ട, ധൈര്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റാണ് സോഷ്യലിസ്റ്റ് ആവുന്നത്. അത് ഞാൻ പറഞ്ഞല്ല, നേരത്തെ തന്നെ പറയുന്നതാണ്. ഫേബിയൻ സോഷ്യലിസ്റ്റുകളെ കുറിച്ചും ഒക്കെ കമ്മ്യൂണിസ്റ്റിന് കുറച്ച് തീവ്രമായ നിലപാടുകളുണ്ട്. ആ തീവ്രതയിൽ വെള്ളം ചേർക്കുന്നവരാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മതിലിമായെയൊക്കെ കളിയാക്കി പില്ലുമൊടിയെയൊക്കെ കളിയാക്കി പറയുന്ന ഒരു വാചകമായിരുന്നു. പക്ഷേ ഇപ്പോൾ അനിൽ ആൻ്റണി പത്തനംതിട്ട മത്സരിക്കുമ്പോൾ ആൻ്റണിയുടെ കമ്മ്യൂണിറ്റി ഓർത്തഡോക്സ് വിഭാഗം പത്തനംതിട്ടയിലെ നിർണായക ശക്തിയാണ്. ആൻ്റണി പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും രഹസ്യമായെങ്കിലും മകൻ്റെ വിജയം ആഗ്രഹിക്കുന്നുണ്ടാവുമോ? ഒരു മകൻ്റെ ശ്രേയസിൽ താല്പര്യമില്ലാത്ത ഏത് പിതാവാണുള്ളത്? പക്ഷേ രാഷ്ട്രീയം രണ്ടാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അച്ഛനും മകനും രണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പൊരുതി പരസ്പരം മത്സരിച്ചിട്ടുള്ള ചരിത്രം തന്നെയുണ്ട്. സി കേശവൻ്റെയും കെ ബാലകൃഷ്ണൻ്റെയും കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ അത് പിന്നെ ഒരു വീട്ടിൽ തന്നെ ഭയങ്കരമായ രാഷ്ട്രീയ വഴക്ക് നടക്കുന്ന കാലമായിരുന്നു. ആ അവസ്ഥയൊക്കെ പോയി. ഇന്ന് രാഷ്ട്രീയം ഒരു പ്രൊഫഷനായിട്ടും അവസരങ്ങളുടെ ഒരു വസന്തോത്സവമായിട്ടും ഒക്കെ കാണുന്ന ഒരു കാലത്ത് നമ്മൾ മക്കളുടെ ഭാവി എല്ലാം അച്ഛന്മാരുടെയും താല്പര്യവും കണ്ടുപോവാണ്. അപ്പോൾ അത് നമ്മൾ ആൻ്റണി ആ കാര്യത്തിൽ ഒരു നിർഗുണ പരബ്രഹ്മമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് ഭൗതികമായ എല്ലാ ഭോഗ സൗകര്യങ്ങളെക്കുറിച്ചും താല്പര്യമുള്ള ഒരാളാണ്. അത് തൻ്റെ അനന്തര തലമുറയ്ക്ക് ഉണ്ടാകണമെന്നും ആഗ്രഹിക്കും. അപ്പോൾ അതിന് പറ്റിയ ഒരു പൊളിറ്റിക്സ് ഏതാണ് ഇന്നത്തെ കാലത്ത്? കോൺഗ്രസിൻ്റെ ഭാവിയെ പറ്റി നേരത്തെ പറഞ്ഞ പോലെ ആൻ്റണിക്ക് ഭാവന ചെയ്യാൻ പറ്റും. അതിന് ഇനി എത്ര കാലം ഈ നിലയിൽ പോയ കോൺഗ്രസ് എവിടെ ചെന്ന് നിൽക്കും? പക്ഷേ ആൻ്റണി UDF വേണ്ടി പ്രചാരണത്തിന് പോകുമെന്ന് കരുതുന്നുണ്ടോ? പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. പോകും പത്തനംതിട്ടയിൽ ഞാൻ പോകും എന്നും പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തിന് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം മത്സരിക്കുന്ന 18 മണ്ഡലത്തിലും പിന്നെ ലീഗിൻ്റെ 2 മണ്ഡലത്തിലും മത്സരിക്കുന്നതെല്ലാം അദ്ദേഹത്തിന് വളരെ റിട്ടയർമെൻറ്റ് പറഞ്ഞല്ലോ. റിട്ടയർമെൻ്റ് ഉണ്ട് പറഞ്ഞു. വേണമെങ്കിൽ മാറി നിൽക്കാം. ആക്റ്റീവ് പൊളിറ്റിക്സ് ഞാനില്ലല്ലോ, അതുകൊണ്ട് എന്ന് പറഞ്ഞ് നിൽക്കാം. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ ആൻ്റണിയെ കാണുകയാണ് അഡ്വൈസ് ചെയ്യേണ്ടത്, അഡ്വൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങ് ആയപ്പോൾ ഒരാളും കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടരുത്. രാഷ്ട്രീയ നിലപാട് ഉണ്ടാകുകയും വേണം. അതേസമയം കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും വേണം. രാഷ്ട്രീയം നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു പ്രത്യേകിച്ച് വേണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ രാഷ്ട്രീയം വിടത്തില്ല. അതെ, കാരണം നമ്മളെ വലിച്ചുകൊണ്ട് പോകും. രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ പറ്റി വലിയൊരു തെറ്റിദ്ധാരണ പലർക്കും ഉള്ളതാണ്. രാഷ്ട്രീയം മനുഷ്യ ജീവിതത്തിൻ്റെ മേന്മ ഉയർത്തുവാനുള്ള സംഘടിത പ്രവർത്തനമാണ്. ആ അർത്ഥത്തിൽ ആർക്കാണ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുക? ഇപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ രാഷ്ട്രീയത്തിൽ എപ്പോഴും പിന്നെ ഭാഗവാക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു തിയറിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്ത് ഒരു ആദർശാത്മക പരിഭാഷവും സ്വയം അണിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഉന്നത സ്ഥാനം തിരിക്കുന്നയാളാണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും അദ്ദേഹത്തിൻ്റെ സർവാത്മന സ്വീകരിക്കപ്പെടുന്ന ഒരു ആന്റണിയായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ എടുക്കേണ്ട സമയമായി. അതായിരിക്കും അദ്ദേഹത്തിന് ശ്രേയസ്കരം. ഓക്കെ, പക്ഷേ BJP ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ഈ പറഞ്ഞ പോലെ അസാധാരണമായ രാഷ്ട്രീയ വൈഭവം ഒന്നും പ്രകടിപ്പിച്ചിട്ടുള്ള ആളൊന്നുമല്ല. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ. നമുക്കറിയില്ല, നമ്മുടെ പുറമേ ദൂരെ നിന്നുള്ള നിരീക്ഷണമാണ്. അദ്ദേഹത്തെ എടുത്തത് വഴി കൊണ്ടുവന്നത് വഴി ഇപ്പോൾ മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്ന കമ്മിറ്റിയിൽ വരെ ഉൾപ്പെടുത്തി.
അതുവഴി BJP ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത് എന്താണ്? BJP വളരെ കാൽക്കുലേറ്റീവാണ് ആ കാര്യത്തിൽ. ഒന്ന്, ആൻ്റണി ഒരു ടെക്നോക്രാറ്റാണ്. BJPയിൽ വരുന്ന നേതാക്കളെ, പുതിയ നേതാക്കളെ എല്ലാം നോക്കും. ടെക്നോളജിക്കലി സാവിയാണ് പലരും. ഓക്കെ, അത് തിരുവനന്തപുരത്ത് നമ്മുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. അതുകൊണ്ട് മാനിഫെസ്റ്റോ കമ്മിറ്റി ഉണ്ടാവും. അപ്പോൾ പുതിയ കാലത്തെ ആശയങ്ങളും സങ്കേതങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള വളർന്നു വരുന്ന പുതിയ ടെക്നോളജിയും ഒക്കെ മനസ്സിലാക്കുകയും അതിലൊക്കെ ഇടപെടുകയും പെരുമാറുകയും ചെയ്യുന്നവർക്കുള്ള അടുത്ത കാലം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അനിൽ ആൻ്റണി സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് വിജയകരമായി കൊണ്ടുപോയ ഒരാളാണ്. എന്നിട്ടാണ് അയാൾ AICCയിലെ ടെക്നിക്കൽ വിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെയും അനിലിൻ്റെ റോള് മോശമായിരുന്നില്ല. പിന്നെ അനിലിന് കോൺഗ്രസ്സിൽ തുടരാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂ അദ്ദേഹത്തിന് പേഴ്സണലായിട്ടും അല്ലാതെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ മോശപ്പെട്ട അഭിപ്രായമായിട്ട് ഈ അടുത്ത കാലത്ത് 2-3 സെൻറ്റൻസ് ഞാൻ കേട്ടു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അപ്പോൾ AK ആൻ്റണിയുടെ മകനിൽ, അനിൽ ആൻ്റണിയിൽ BJP കാണുന്നത് ഈ ഒരു വശമാണ്. അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ നോഹൗ ആ പാർട്ടിയുടെ ഭാവിക്ക് മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അല്ല, പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി ജയിക്കുമോ? അത് ഞാൻ ഒരു ഒറ്റ വാചകത്തിൽ കമ്മിറ്റ് ചെയ്യുന്നില്ല. ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അതൊരു പ്രോ കോൺഗ്രസ് മണ്ഡലമാണ്. അവിടെ 4ാം തവണയാണ് പിന്നെ ആൻ്റോ ആൻ്റണി മത്സരിക്കുന്നത്. അപ്പോൾ ആൻ്റോ ആൻ്റണിക്കുള്ള അതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. പിന്നെ അവിടുത്തെ സാമുദായിക ഘടകങ്ങൾ രാഷ്ട്രീയത്തിന് പുറമെ ഇരാറ്റുപേട്ട മണ്ഡലം, പൂഞ്ഞാർ ഉൾപ്പെടെ ആ കോൺസ്റ്റിറ്റ്യൂൻസിലാണ്. അതെ. പിന്നെ LDFന് അവിടെ ഒരിക്കലും ഒരു വിന്നിങ് ചാൻസ് വന്നിട്ടില്ല. കഴിഞ്ഞ തവണ വീണ മത്സരിച്ചു, ഇപ്രാവശ്യം തോമസ് ഐസക് മത്സരിക്കുന്നു. നല്ല കാൻഡിഡേറ്റാണ് തോമസ് ഐസക്. പക്ഷേ പാർട്ടി വോട്ട്, പൊളിറ്റിക്കൽ വോട്ട് CPMന് ഫേവറബിളല്ല. പിന്നെ BJP കഴിഞ്ഞ തവണ BJP സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സുരേന്ദ്രൻ മത്സരിച്ചാണ്. സുരേന്ദ്രൻ ഭയങ്കരമായിട്ട് അഡ്വാൻസ് ചെയ്തു. ശബരിമല ഇഷ്യൂ ഉള്ളത് കൊണ്ട് സുരേന്ദ്രൻ ജയിക്കുമോ എന്ന തോന്നൽ വരും. ലാസ്റ്റ് മൊമെൻ്റ് ചില കമ്മ്യൂണൽ പോളറൈസേഷനൊക്കെ വന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഒരു വിജയപീഠത്തിലെത്താനൊക്കെ പറ്റാതെ പോയത്. ഈ പ്രാവശ്യവും നമുക്ക് ഈ നെക്ക് മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. നെക്ക് മത്സരം നടക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്ത് പോയ BJPക്ക് വലിയ അഡ്വാൻസ്മെൻറ്റാണ്. അതെ. പക്ഷേ ഞാൻ ഈ സാറ് പറഞ്ഞതിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തത്, ഇനി ഇൻ കേസ് പത്തനംതിട്ടയിൽ തോറ്റുപോയാലും പാർട്ടിയിൽ അനിൽ ആൻ്റണി തോൽക്കില്ല. ഇല്ല, അനിൽ ആൻ്റണിക്ക് തോൽക്കാൻ അനിൽ ആൻ്റണിയുടെ നിക്ഷേപം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ല. AK ആൻ്റണിയുടെ മകൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് നാഷണൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് വന്നു. അതേസമയം ഇനി ഉള്ള അനിൽ ആൻ്റണി മുന്നേറേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അറിവും അദ്ദേഹത്തിൻ്റെ പ്രതിഭയും കഴിവും കൊണ്ടാണ്. അതിനുള്ള അംഗീകാരം BJPയിൽ നിന്ന് കിട്ടുവാണ്. അതിപ്പോൾ ഈ മത്സരം അദ്ദേഹത്തിന് തോറ്റാലും ജയിച്ചാലും അതൊരു അനുഗ്രഹമായി. അതെ, ഏതായാലും നമുക്ക് ഇത് സമ്മപ്പ് ചെയ്യാൻ തോന്നുന്നു. കാരണം മകനോടുള്ള സ്നേഹം ആൻ്റണിക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല. കോൺഗ്രസിന് വേണ്ടി അധികം പ്രവർത്തിക്കേണ്ടി വന്നാലും പ്രസംഗിക്കേണ്ടി വന്നാലും മകൻ ജയിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഒരു പിതാവ് എന്ന നിലയിലുണ്ടാവും. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആൻ്റണി മകനെ അങ്ങ് പാടെ തള്ളി പറഞ്ഞാലാണ് ആളുകൾ അവിശ്വസിക്കുക. അത് ജാടയാണെന്ന് പറയും. അത് ചെയ്തിട്ടില്ല അദ്ദേഹം. അപ്പോൾ ആൻ്റണി ആ കാര്യത്തിൽ വളരെ ബുദ്ധിപരമായിട്ടും സത്യസന്ധമായിട്ടും നിലനിൽക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഒരു അച്ഛൻ്റെ ദുഃഖവും ആഗ്രഹവും നമ്മൾ കാണാതിരുന്നുകൂടാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.